ശബരിമലയിലെ നെയ്യ് ക്രമക്കേട് വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ സന്നിധാനത്തിന് പുറമെ പമ്പയിലും സ്റ്റോർ റൂം തുറക്കാൻ തീരുമാനം. നെയ്യ് പമ്പയിലെ ഗോഡൌണിൽ സൂക്ഷിച്ച് ഗുണനിലവാരം പരിശോധിച്ച് സന്നിധാനത്തേക്ക് കയറ്റിവിടും. മുതിർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ സ്റ്റോർ റൂമിന്റെ മാനേജറാകും. സ്റ്റോർ സ്ഥാപിക്കുന്നതോടെ ട്രാക്ടറിൽ പോകുന്ന സാധനങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ടാകും. ഇന്നത്തെ ബോർഡ് യോഗത്തിൽ സ്റ്റോർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കും. MG പ്രതീഷ് നൽകും വിവരങ്ങൾ. പ്രതീഷ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ക്രമക്കേടിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇനി ഒരു ക്രമക്കേട് ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതിനൊരു സ്റ്റോർ റൂം തുറക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ശ്രുതി, ശബരിമലയിലേക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് ഉണ്ടായി എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ തന്നെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സന്നിധാനത്തിന് പുറമെ പമ്പയിലും സ്റ്റോർ റൂം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പമ്പയിൽ എത്തുന്ന സാധനങ്ങൾ ട്രാക്ടർ വഴിയാണ് സന്നിധാനത്ത് പോകുന്നത്. അവിടെ കൃത്യമായ പരിശോധന നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വ്യാപകമാണ്. ഈ നെയ്യ് പമ്പയിലെത്തിയപ്പോൾ വേണ്ടത്ര പരിശോധന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയില്ല, ഗുണനിലവാര പരിശോധന നടത്തിയില്ല എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോർ റൂം തുറന്ന് സന്നിധാനത്തേക്ക് വരുന്ന സാധനങ്ങൾ ഈ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ മാനേജറാക്കും. ഇവിടെ പമ്പയിലെത്തുന്ന സാധനങ്ങൾ ഈ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച് അവിടെ കൃത്യമായി ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇതോടുകൂടി തന്നെ ഈ കരാറുകാരുടെ ഇടപെടലും ക്രമക്കേടുകളും ഒക്കെ തന്നെ തടയാൻ കഴിയും എന്നുള്ള വിലയിരുത്തലാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ പമ്പയിൽ തന്നെ ആ സ്റ്റോർ റൂം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ദേവസ്വം ബോർഡ് യോഗമുണ്ട്. ഈ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളും. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുമ്പ് തന്നെ ഈ സ്റ്റോർ റൂം തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.